നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ SJ ഫാമിലി ഹാപ്പി കുക്കിംഗ് ആൻഡ് ഫൺ വിത്ത് us. ഇന്ന് ഓഗസ്റ്റ് 21 വെനസ്ഡേ ആണ് കേട്ടോ. നമ്മുടെ യൂട്യൂബ് ചാനലിലേക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്കും പ്രിയപ്പെട്ട എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് ബ്രെഡ് കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന 15 മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് സ്നാക്ക് ആയല്ലേ ഇന്ന്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിലും ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടന്നാലോ. ഞാനിന്നും വന്നിട്ടുള്ളത് ബ്രെഡ് കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ബ്രെഡ് സ്നാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് കേട്ടോ. ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ മധുരം കഴിക്കണമെന്ന് തോന്നിയാൽ വീട്ടിൽ ബ്രെഡ് ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ ബ്രെഡെല്ലാം പൊടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ ബ്രെഡ് കൊണ്ടും വീട്ടിലുള്ള സാധാരണ ചുരുങ്ങിയ ചേരുവകൾ കൊണ്ടും നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ബ്രെഡ് സ്വീറ്റ് ഉണ്ടാക്കിയെടുക്കാം. ഞാനിന്നിവിടെ ഉണ്ടാക്കാനായി പോകുന്നത് ബ്രെഡ് ഹൽവയാണ് കേട്ടോ. ബ്രെഡ് ഹൽവ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 8 വൈറ്റ് ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ബ്രെഡ് ഹൽവ ഉണ്ടാക്കാനായിട്ട് ഇതേപോലെ വൈറ്റ് ബ്രെഡ് തന്നെ വേണമെന്നില്ല, ഗോതമ്പ് ബ്രെഡ് എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്കൊരു മിക്സി ജാറിലേക്ക് 8 ബ്രെഡ് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അങ്ങനെ എന്നാൽ ബ്രെഡെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാനായി വെക്കാം. പാൻ ചൂടായി വന്നതും അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് ചൂടായി വന്നതും അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ട് ചെറുതാക്കി മുറിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കാഷ്യൂനട്ടിൻ്റെ കളറ് ചെറുതായി ഒന്ന് മാറി വന്നതും അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സ്വർണ്ണ കളറിലുള്ള ഉണക്കമുന്തിരിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഗോൾഡൻ റൈസിൻസ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ആ കാഷ്യൂനട്ട്സും ഗോൾഡൻ റൈസിൻസും എല്ലാം നമുക്ക് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അങ്ങനെ അതാ കാഷ്യൂനട്ട്സും ഗോൾഡൻ റൈസിൻസും നല്ലപോലെ റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് അതേ നെയ്യിലേക്ക് തന്നെ, എക്സ്ട്രാ നെയ്യൊന്നും വേറെ ഇപ്പോൾ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ചൂടായിട്ടുള്ള അതേ നെയ്യിലേക്ക് തന്നെ, അതേ പാനിലേക്ക് തന്നെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ബ്രെഡും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. മിക്സി ജാറിൽ നിന്ന് ബ്രെഡ് പൊടിച്ചതെല്ലാം നമ്മൾ ആ പാനിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി ഗ്യാസിൻ്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ ബ്രെഡ് പൊടിച്ചത് ആ നെയ്യിൽ നമുക്ക് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. 5 മിനിറ്റ് ഇതേപോലെ കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുത്താൽ നമ്മുടെ ബ്രെഡ് പൊടിച്ചതെല്ലാം ആ നെയ്യിൽ നല്ലപോലെ ഒന്ന് റോസ്റ്റാക്കി കിട്ടിക്കോളൂ കേട്ടോ. അങ്ങനെ അത് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ബ്രെഡിൻ്റെ കളറെല്ലാം മാറി ഗോൾഡൻ ബ്രൗണായി വന്നിട്ടുണ്ട്. നല്ലപോലെ ആ നെയ്യിൽ റോസ്റ്റായി കിട്ടിയിട്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി അതേ ചൂടായിട്ടുള്ള അതേ പാനിലേക്ക് നമുക്ക് 1/4 കപ്പ് ശർക്കര പൊടിച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ഇതേപോലെ കപ്പില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ ചായക്കൊക്കെ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഗ്ലാസ്സിൽ 1/4 ഗ്ലാസ് ശർക്കര പൊടിച്ചതും കൂടെ ആ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 2 കപ്പ് വെള്ളം കേട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഏത് കപ്പിലാണോ അല്ലെങ്കിൽ ഏത് ഗ്ലാസ്സിലാണോ ശർക്കര പൊടിച്ചതെടുത്തത് അതേ കപ്പിൽ തന്നെ അല്ലെങ്കിൽ അതേ ഗ്ലാസ്സിൽ തന്നെ 2 ഗ്ലാസ് അല്ലെങ്കിൽ 2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ അതാ 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ശർക്കരയെല്ലാം ഉരുകി മെൽറ്റായി ശർക്കര പാനി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു നൂൽ പരുവം വരേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി അതിലേക്ക് നമുക്ക് ബ്രെഡ് പൊടിച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ബ്രെഡ് പൊടിച്ച് നല്ലപോലെ വറുത്ത് വെച്ചത് നമുക്ക് ആ ശർക്കര പാനിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ഗ്യാസിൻ്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതെല്ലാം ചെയ്യാനായിട്ട്. അങ്ങനെ അതാ ശർക്കര പാനിയെല്ലാം ബ്രെഡ് പൊടിച്ചതിൽ നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ബ്രെഡ് ഹൽവയ്ക്ക് നെയ്യിൻ്റെ ഫ്ലേവറാണ് കേട്ടോ മുന്നിട്ട് നിൽക്കേണ്ടത്. അതാണ് കേട്ടോ ഈ ബ്രെഡ് ഹൽവയ്ക്ക് നല്ലൊരു ടേസ്റ്റ് തരുന്നതും. അങ്ങനെ അത് 5 മിനിറ്റ് നല്ലപോലെ ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും 1 ടീസ്പൂൺ നെയ്യും കൂടെ നമുക്കതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഒരു ടീസ്പൂൺ നെയ്യും കൂടെ എക്സ്ട്രാ നമ്മളതിലേക്ക് ഒഴിച്ച് കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 5 മിനിറ്റും കൂടി നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം. നമ്മുടെ പാനിൽ നിന്നും ഈ ബ്രെഡ് ഹൽവ എല്ലാം വിട്ട് വരുന്നത് വരെ നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കൈവിടാതെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കും കേട്ടോ, അല്ലെങ്കിൽ
അടിഭാഗം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൈവിടാതെ ഒരു 5 മിനിറ്റ് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അങ്ങനെ അതാ പാനിൽ നിന്നും എല്ലാം വിട്ട് വരുന്ന പരുവമായിട്ടുണ്ട്, കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. എല്ലാം ചുരുണ്ടുകൂടി വരുന്ന പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതാ 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഒന്നുകൂടെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. പാനിൽ നിന്നും ഇതേപോലെ ചുരുണ്ടുകൂടി വിട്ട് വരുന്ന പരുവം ആണ് കേട്ടോ നമ്മുടെ ഈ ഹൽവയുടെ കറക്റ്റ് കൺസിസ്റ്റൻസി, കറക്റ്റ് പരുവം എന്ന് പറയുന്നത്. ഇനി അതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള കാഷ്യൂ നട്ടും ഗോൾഡൻ റൈസിൻസും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് കൊടുത്ത ശേഷം നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഒരു 2 മിനിറ്റ് നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുത്താൽ നമ്മുടെ ബ്രെഡ് ഹൽവ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ എല്ലാം കൂടെ പാനിൽ നിന്ന് വിട്ട് വരുന്ന പരുവമാകുമ്പോൾ നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇതാണ് കേട്ടോ ബ്രെഡ് ഹൽവയുടെ കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് ഒരല്പം ആൽമണ്ട് ബദാമും കാഷ്യൂ നട്ട്സും കൂടെ ക്രഷ് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കാണാൻ നല്ലൊരു ഭംഗിക്ക് വേണ്ടിയും അതോടെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടാനുമാണ് നമ്മളിവിടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഒരു 5 ആൽമണ്ടും 5 കാഷ്യൂ നട്ടും എടുത്തിട്ട് ഞാനത് ചെറുതാക്കി ഒന്ന് മിക്സി ചെയ്തിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ് ഞാനിവിടെ ഇതിന് മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഒരേ ഒരു പൾസ് ചെയ്താൽ നമുക്കിതേപോലെ ക്രഷാക്കി കിട്ടും കേട്ടോ. നമ്മുടെ കാഷ്യൂ നട്ട്സും ആൽമണ്ടും മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ, ഒരേ ഒരു പൾസ് മാത്രം ചെയ്തെടുത്താൽ ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്ത് കിട്ടും. അതുകൊണ്ട് ഞാനത് ബ്രെഡ് ഹൽവയുടെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 5 മിനിറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറാനേ മാറ്റി വയ്ക്കാം. അങ്ങനെ അത് 5 മിനിറ്റ് ശേഷം ഞാനത് അവിടെ സെർവ് ചെയ്യാണ് കേട്ടോ. കഴിക്കാൻ പറ്റുന്ന ചൂടോടുകൂടി ഞാനത് അവിടെ സെർവ് ചെയ്യാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും തീർച്ചയായിട്ടും വീട്ടിലുണ്ടാക്കി നോക്കേണ്ട ഐറ്റമാണ് കേട്ടോ ഇത്. അത്രയും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. വീട്ടിൽ ബ്രെഡ് ബാക്കിയുണ്ടെങ്കിൽ, അതേപോലെ പൊടിഞ്ഞു പോയിട്ടുള്ള ബ്രെഡൊക്കെ ഉണ്ടെങ്കിൽ ഇനി അത് കളയേണ്ട ആവശ്യമില്ല. ഇതേപോലെ നമുക്ക് പെട്ടെന്ന് 15 മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്നൊരു ബ്രെഡ് ഹൽവ ഉണ്ടാക്കിയെടുക്കാം. അതിൻ്റെ മുകളിലേക്കായിട്ട് ഞാനതവിടെ കുറച്ചുകൂടെ ആ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ആൽമണ്ടും കാഷ്യൂ നട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് ട്രൈ ഐറ്റമാണ് കേട്ടോ. എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാവും. അതേപോലെ മക്കൾക്കൊക്കെ സ്കൂളിലേക്കൊക്കെ ഇതേപോലെ വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. സ്കൂളിലേക്ക് കൊണ്ടുപോകാനായിട്ട് അവർക്ക് കൗതുകം തോന്നും. അതുപോലെ അവർക്ക് കഴിക്കാനും നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. അവർ തീർച്ചയായിട്ടും ഹാപ്പി ചെയ്യും. അതേപോലെ വീട്ടിലെ ആരെങ്കിലൊക്കെ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇതേപോലെ വെറൈറ്റി ആയിട്ടൊക്കെ അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവരും ഹാപ്പി ആവും. നമ്മൾക്കായാലും ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ മധുരം കഴിക്കണം തോന്നിയാൽ ഇതേപോലെ വീട്ടിൽ ബ്രെഡ് ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക കേട്ടോ. വീട്ടിലുള്ള സാധാരണ ചേരുവകൾ കൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഹൽവ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. ഇത് തീർച്ചയായിട്ടും ഇഷ്ടമാവും. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഞങ്ങളുടെ റെസിപ്പികളെല്ലാം ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും ഒപ്പീനിയൻ എന്താണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അതേപോലെ ഞങ്ങളുടെ വീഡിയോസ് എല്ലാം കാണുക. കണ്ടിട്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ കേട്ടോ. അങ്ങനെ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു ബെല്ലൈക്കൺ കാണും. ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ കാണും. ഓൾ എന്ന ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഞാനിരുന്ന ഓരോ ദിവസവും ഇരുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ കിട്ടുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത വീഡിയോയുമായിട്ട് എല്ലാവരെയും നാളെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അടുത്ത വീഡിയോയുമായിട്ട് നാളെ ഞങ്ങൾ വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റ.
അങ്ങനെ ഇതാ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മസ്റ്റ് ട്രൈ ഐറ്റമാണ് കേട്ടോ ഇത്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മക്കൾക്കൊക്കെ ഇതേപോലെ ഇടയ്ക്കൊക്കെ വെറൈറ്റി ആയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. അതേപോലെ വീട്ടിലേക്ക് ആരെങ്കിലുമൊക്കെ ഗസ്റ്റ് വന്നാൽ അവർക്കും ഇതേപോലെ വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. തീർച്ചയായിട്ടും എല്ലാവരും ഹാപ്പി ആവും. അപ്പം പിന്നെ എല്ലാവരെയും നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് എല്ലാവരും നാളെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. നാളെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ. താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് അവർ ചാനൽ ആൻഡ് സപ്പോർട്ട് us.